MCQs ചെയ്യുന്നതാണ് എനിക്ക് ഹാബിറ്റായിട്ട്. കുറച്ച് നാൾ അതൊരു പാർട്ട് ഓഫ് ലൈഫ് പോലെ ആയിരുന്നു. BDS കഴിഞ്ഞിട്ട് MDS എന്നുള്ള ഒരു എയിമിലാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റാങ്ക് കിട്ടിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഫേസ് ചെയ്യാൻ. ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടി കാലിക്കറ്റ്. നമ്മുടെ കൂടെ ഇന്ന് NEET MDS 2025 ഒരു നല്ല റാങ്കറാണ് നമ്മുടെ കൂടെ ഉള്ളത്. 318 ഓൾ ഇന്ത്യ റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ അഭിരാമി. GDC ആലപ്പുഴയിലെ 2015 ബാച്ചാണ്. നമ്മൾ അഭിരാമിയുടെ NEET MDSൻ്റെ ജേർണി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കാം. സോ വെൽക്കം അഭിരാമി നമ്മുടെ ഒരു ചെറിയ ഒരു പോഡ്കാസ്റ്റ് സെഷനിലോട്ട്. എന്തായിരുന്നു NEET MDS നേടണം അല്ലെങ്കിൽ NEET MDS എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴാണ് വന്നത്? എന്തായിരുന്നു അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്? ഞാൻ ഓൾറെഡി ഒരു ട്രൈ 2023 നീറ്റിന് കൊടുത്തിരുന്നു. അപ്പം നല്ല പ്രതീക്ഷിച്ചൊരു റാങ്ക് വന്നില്ല. അപ്പം ഞാൻ ക്ലിനിക്കൽ ജോബ് ചൂസ് ചെയ്തു. പക്ഷേ അവിടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനിപ്പം നോൺ ക്ലിനിക്കൽ ജോബ് കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമായിരുന്നു. എന്തായിരുന്നു ജോബ് അവിടെ ഉണ്ടായിരുന്നത്? മെഡിക്കൽ ഡേറ്റ അബ്സ്ട്രാക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം മീൻസ് ഡോക്ടറായിട്ട് നമ്മൾ ആ ജോബ് ചെയ്യുമ്പോൾ ഉള്ളൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ സൈഡായിട്ട് ബാട്ടിയിൽ ജോയിൻ ചെയ്ത് ഇതിൻ്റോടൊപ്പം പഠിച്ചു. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നോൺ ക്ലിനിക്കലായിട്ടുള്ള ജോബ് അറ്റൻഡ് ചെയ്തു. എന്നിട്ടാണ് പ്രിപ്പറേഷനിൽ വരുന്നത്. എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു അങ്ങനത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, കരിയർ വൈസ് ഒരു ഫോക്കസ് ഉണ്ടായിരുന്നില്ല. BDS കഴിഞ്ഞിട്ട് MDS എന്നുള്ള ഒരു എയിമിലാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റാങ്ക് കിട്ടിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഫേസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ശരിക്കും ആ ഫീൽഡ് തന്നെ വിട്ടിട്ട് ഒരു നോൺ ക്ലിനിക്കൽ ജോബിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴും വീണ്ടും റിഗ്രറ്റ് വന്നപ്പോൾ പിന്നെയും ട്രൈ ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പിള്ളേർ ഗ്യാപ്പ് എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബേസൊക്കെ നശിച്ചു പോവുമോ, എനിക്കിനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടോ? വിത്ത് ഒരു ജോബും കൂടി ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? അത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്? അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ലോങ് ടേം ആയിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഒരു 2-3 മന്ത്സ് എക്സാം എത്തിയപ്പോഴാണ് വരുന്നത്. അപ്പം ആ ഒരു എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് നമ്മളുടെ നോളജ് വിട്ടു പോവാണ്ട് ഞാൻ കൂടെ തന്നെ കൊണ്ടുപോയിരുന്നു. കംപ്ലീറ്റ്ലി ഇത് എപ്പോഴും MCQs നോക്കുക, അങ്ങനത്തെ ഒരു പാറ്റേൺസ്, അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പം ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ ഇത്തിരി ടൈം കണ്ടെത്തി ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ഒന്ന് നോട്ട്സ് വായിക്കും. എന്നിട്ട് അത് PYQs MCQs ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ MCQസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് MCQs ചെയ്യലാണല്ലോ ഇതിൻ്റെ ഒരു കോർണർ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പോൾ എത്രത്തോളം MCQs ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ MCQs ചെയ്യുമ്പോൾ ചില MCQs കിട്ടാണ്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്നോ? അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇനിഷ്യലി ഒരു 100 MCQs ഒക്കെ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ലാസ്റ്റ് ഒരു എക്സാമിനോട് അടുത്ത് വരുമ്പം ഞാൻ ഫുള്ളി MCQസിലായിരുന്നു. ഒരു 1000+1600 ഒക്കെ ചെയ്ത ദിവസങ്ങളുണ്ട് MCQs. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. MCQസിലൂടെയാണ് തിയറീസ് ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ MCQs ഇപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഗോളൊന്നും ചിലപ്പോൾ MCQs കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ MCQs ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ റിവിഷൻസ് ചെയ്യാനൊക്കെ വേണ്ടി? ഗുരുകുൽ ആപ്പിൽ തന്നെ ബുക്ക് മാർക്ക് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിഫിക്കൽട്ട് ചിലപ്പം ഫസ്റ്റ് ഗോയിൽ കിട്ടാത്തത് ഞാൻ മാർക്ക് ചെയ്തിടും. ചിലപ്പോൾ അത് തന്നെ വീണ്ടും എടുക്കുമ്പോൾ അതിലും കിട്ടാത്തതാവുമ്പോൾ ഞാൻ അത് ശരിക്കും ഫോക്കസ് ചെയ്ത് തന്നെയാണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ ഉണ്ട്. അതർ ദാൻ ദാറ്റ് ഏതെങ്കിലും റിസോഴ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ബാട്ടിയിലെ ലെക്ചർ ക്ലാസ്സിനോടൊപ്പം ഞാനൊരു എൻ്റേതായ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പ്ലസ് അതും ബാട്ടിയെ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് എനിക്ക് മനസ്സിലാകുന്ന പോയിൻറ്റ്സ്, പിന്നെ ഞാൻ റീച്ച് ഔട്ട് ചെയ്യാത്ത തിയറി വരുന്ന MCQസിലെ പോയിൻറ്റ്സ് ഞാൻ എൻ്റെ നോട്ട്സിലോട്ട് ആഡ് ചെയ്ത് വെക്കുമായിരുന്നു. എന്നിട്ട് ആ പ്രിസൈസ് നോട്ട്സാണ് ഫുള്ളി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് കോൺസെപ്റ്റ്സുകൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കോൺസെപ്റ്റ്സ് എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് കോൺസെപ്റ്റ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ ജേർണി കുറച്ച് ലോങ് ആയത്. ബാട്ടിയിൽ കയറി ക്ലാസ്സസ് കണ്ടപ്പോഴാണ് എൻ്റെ
കൺസെപ്റ്റ്സ് ഒക്കെ തെറ്റായിരുന്നെന്നും അത് എങ്ങനെ കറക്റ്റ് ചെയ്ത് എനിക്ക് ഈ ഒരു റാങ്കിലോട്ട് എത്താനും പറ്റിയ അതുകൊണ്ടാണ്. ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും പ്രിപ്പറേഷൻ ചെയ്യണേൽ. ഏതായിരുന്നു ഡിഫിക്കൽട്ടായിട്ട് സബ്ജക്റ്റ്? അതിനെങ്ങനെയാണ് കോപ്പപ്പ് ചെയ്തത്? ഓർത്തോ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഓർത്തോ എനിക്ക് പല പോയിൻറ്റ്സും ഞാൻ എത്ര റിവൈസ് ചെയ്താലും മറന്നു പോകുമായിരുന്നു. പ്രത്യേകിച്ച് സെഫലോമെട്രി വാല്യൂസ് ഒക്കെ, ആ ആംഗിൾസ് ഒന്നും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പം അത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു ഫാക്കൾട്ടിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പറയും? ഡോക്ടർ അഭിരാമി മാമിനെ എനിക്കിഷ്ടമായിരുന്നു. അഭിരാമി എന്നുള്ള പേരുള്ളതുകൊണ്ടാണോ? അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു ക്യാച്ച് വന്നത്. പക്ഷേ മാമിൻ്റെ ലെക്ചർ അത്രയും നന്നായിട്ട് ആക്റ്റീവായിട്ട് എനിക്ക് ഇൻവോൾവ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജേണി എന്ന് പറയുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജേണിയാണ്. കുറേ മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹോബി സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ചിന്തിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. വർക്ക് ലൈഫ് ഉണ്ടായിരുന്നു, പിന്നെ പേഴ്സണലായിട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ടൈം പഠിക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നു. ഇതൊന്നും അല്ലാണ്ട് എൻ്റെ ഹോബീസ് ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പടം വരച്ചോ അല്ലെങ്കിൽ പാട്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തു. ഒരു ജേണിയിലെ ഒരു ഡേ പറയാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഒരു ഡേ ഉണ്ടാവുക? രാവിലെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? എങ്ങനെയാണ് റുട്ടീൻസ് പോകുന്നുണ്ടാവുക? ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല, കുറച്ചും കൂടി ഈവനിങ് ലേറ്റ് നൈറ്റ് ഇരിക്കുന്ന ഒരാളാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ജോബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന സമയങ്ങളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ബാട്ടിയൻ്റെ കുറേ സപ്പോർട്ട്സുകൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു ഈ ഒരു ജേണിയിൽ? ബാട്ടിയൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? ഒന്നാമത്തേത് ഹിമാനി മാമിൻ്റെ മോർണിംഗ് മോട്ടിവേഷൻ സെഷൻ. എനിക്ക് ഒന്നാമത്തേത് ഞാൻ പല കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ട് എൻ്റെ എയിമിൽ ഞാൻ ഫോക്കസ്ഡ് അല്ലായിരുന്നു. അപ്പം മാം എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്സ് വന്ന് സംസാരിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് എനിക്കൊരു റിമൈൻഡ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേത് നോട്ട്സാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിൽ ജനറൽ പാത്തിലെ മൈക്രോയിലെയും നോട്ട്സിലുണ്ടായിരുന്ന കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ചു. എനിക്ക് തോന്നുന്നു നോട്ട്സ് ആണ് അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്ന കുറേ ജൂനിയേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ ബാച്ച്മേറ്റ്സ് കാണുന്നുണ്ടാവും. ഒരു ബ്രേക്ക് എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കുക? നമുക്കൊരു വില്ലുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. ഇപ്പോൾ ബ്രേക്ക് എടുത്ത് പഠിച്ചു, ഒരു ജോലിയുടെ കൂടെയാണ് കൊണ്ടുപോയത്. ക്വാണ്ടിറ്റി ഓഫ് ടൈം ആണോ ഇമ്പോർട്ടൻ്റ് അതോ ക്വാളിറ്റി ഓഫ് ടൈം ആണോ ഇമ്പോർട്ടൻ്റ്? ക്വാളിറ്റി ഓഫ് ടൈം ആണ് ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുക? ചിലപ്പോൾ ഞാൻ ടയേർഡ് ആയിരിക്കും, പക്ഷേ എനിക്കൊരു 1 അവറിൽ ഞാൻ രാവിലെ തന്നെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ബുക്ക് മാർക്കിൽ എഴുതി വെക്കാറുണ്ട്. അപ്പം ഇത്ര ടോപ്പിക്സ് കവർ ചെയ്യണം എന്ന് എഴുതിയാൽ ചിലപ്പം ടയേർഡാവുന്ന ദിവസങ്ങളിൽ ഞാൻ 1 അവറിൽ ചിലപ്പോൾ അത് തീർത്തിട്ട് കിടക്കുമായിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു ഹാബിറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നീ വളരെ സിമ്പിളായിട്ട് തുടങ്ങിയൊരു ഹാബിറ്റാണ്, അതായത് സ്റ്റഡി റിലേറ്റഡ് ഹാബിറ്റ്, അത് ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ നിന്നെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് അല്ലെങ്കിൽ നിൻ്റെ റാങ്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ഹാബിറ്റ് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? MCQs ചെയ്യുന്നതാണ് എനിക്ക് ഹാബിറ്റായിട്ട്. കുറച്ച് നാൾ അതൊരു പാർട്ട് ഓഫ് ലൈഫ് പോലെ ആയിരുന്നു. ലാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പം MCQs ചെയ്യുന്നതിനോടൊരു ഇൻട്രസ്റ്റ് അതെ. ഇപ്പം ടോപ്പിക്സോ തിയറീസോ ഒന്നും വായിച്ചില്ലെങ്കിലും MCQs കുറേ അങ്ങ് കവർ ചെയ്യുമ്പം നമുക്കൊരു കോൺഫിഡൻസും കിട്ടാറുണ്ടായിരുന്നു.